ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടീൽസ്. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള പപ്പായ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ്. മാത്രമല്ല ഇതിൽ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഇനി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നല്ല പഴുത്ത പപ്പായ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. നല്ല മധുരവും നിറവും ഉള്ള പപ്പായ എടുക്കാൻ നോക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായയ്ക്ക് മധുരം കുറവാണെങ്കിൽ 1-2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഒരു ഹാഫ് നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. കുരുവൊന്നും കുടുങ്ങരുത്, കുരു ചേർന്നാൽ കയ്പ്പ് വരും. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് ഇഷ്ടമില്ലെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആയാലും മതി. ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. അപ്പം അതിന് പറ്റിയ ഒരു പാത്രം എടുക്കുക. മാത്രമല്ല നെയ്യോ ബട്ടറോ വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ പുഡിംഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതുപോലെ ചെറിയ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി അടച്ചു വെച്ചിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഇന്നലെ രാത്രി വെച്ചതാണ്. രാവിലെ ആകുമ്പോഴേക്ക് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സൈഡ്സ് ഒക്കെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുക. കോൺഫ്ലോറോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റിയായ പുഡിംഗ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ കപ്പിൽ ഒഴിച്ചു വെച്ച പുഡിംഗ് ആണ്. നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ സൈഡ്സ് ഒക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോ ഇഷ്ടമായാൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ബൈ.